ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെയിൻ്റനൻസിൽ പെൺകുട്ടികൾക്ക് അവർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കിട്ടുമോ എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അവർ കേസ് ഫയൽ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും പെൺകുട്ടിയാണ് 18 വയസ്സ് വരെ ആണിനായിരുന്നാലും പെണ്ണിനായിരുന്നാലും മെയിൻ്റനൻസ് കിട്ടത്തുള്ളൂ, 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് അച്ഛനിൽ നിന്ന് മെയിൻ്റനൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് പെൺകുട്ടിയെ ഫയൽ ചെയ്യിക്കാതെ പകരം അമ്മയെ മാത്രം, അതായത് അയാളുടെ ഭാര്യയെ മാത്രം ഫയൽ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻ്റനൻസ് കിട്ടും. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് മെയിൻ്റനൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ എല്ലാ ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാറ്റഗറിയാണ് പെൺകുട്ടികൾ. അവർക്ക് വിവാഹപ്രായം വരെ മെയിൻ്റനൻസ് കിട്ടാനായിട്ട് അർഹതയുണ്ട്. ഇത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡാണ് അവരെ ഗാർഡിയൻ, പിന്നെ അവർ ഭർത്താവിൽ നിന്നും മെയിൻ്റനൻസ് വാങ്ങിച്ചോളണം. അതുവരെ അവർക്ക് അവരുടെ അച്ഛനിൽ നിന്ന് മെയിൻ്റനൻസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ വിവാഹ ചെലവുകളും എല്ലാം അവർക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും അവരുടെ അച്ഛനിൽ നിന്നും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഒരു കേസ് നോക്കിയാൽ കേരള ഹൈക്കോടതി ഡിസൈഡ് ചെയ്ത ഒരു കേസാണ്. ഇപ്പം ഒരു ഹൈക്കോടതി ഡിസൈഡ് ചെയ്ത കേസാകുമ്പോഴത്തേക്ക് അത് കേരളത്തിലുള്ള എല്ലാ കോടതികൾക്കും ബൈൻഡിങ് ആണ്. ആരെങ്കിലും ഒരാൾ അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസിഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്നും പൈസ വാങ്ങിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഒബ്ജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ കേസ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്റർഫെയ്ത്ത് മാരേജ്, ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അതായത് ഒരു ഹിന്ദുവും മുസ്ലിം കൂടെ തമ്മിലുള്ള വിവാഹത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ഹിന്ദുവും മുസ്ലിമും ഒരു ഇന്റർകാസ്റ്റ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമായതുകൊണ്ട് ഇത് നമുക്ക് ബാധകമല്ല. അതുകൊണ്ട് നമ്മളിത് കേൾക്കേണ്ട എന്ന് വിചാരിക്കരുത്. ഇത് എല്ലാ റിലിജിയനിലുള്ളവരും കേൾക്കണം. കാരണം കുട്ടികൾക്കുള്ള മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ നിയമം വ്യത്യാസമാണെന്നേ ഉള്ളൂ, പ്രൊസീജിയറുകളെല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് തന്നെ നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം മെയിൻ്റനൻസിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളിതിപ്പോൾ നോക്കുന്നത് പാസ്റ്റ് ഫ്യൂച്ചർ മെയിൻ്റനൻസും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുള്ള മാരേജ് എക്സ്പെൻസസ് അച്ഛനിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആ കേസ് നോക്കാം. കേരളത്തിലൊരു കുടുംബ കോടതിയിൽ ഡിസൈഡ് ചെയ്ത മാറ്ററാണ്. ഫൈനൽ വെർഡിക്റ്റ് വന്നു. അതിന്റെ അപ്പീലായിട്ട് ഹസ്ബൻഡ് ഫയൽ ചെയ്ത കേസാണ്. കേരള ഹൈക്കോടതിയാണ് ഈ കേസിൽ ജഡ്ജ്മെന്റ് പാസ്സാക്കിയത്. ഇതിൽ ഹസ്ബൻഡും വൈഫും ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഹസ്ബൻഡ് എന്ന് പറയുന്ന ഹിന്ദുവും വൈഫ് എന്ന് പറയുന്നത് മുസ്ലിമുമാണ്. അപ്പോൾ ഇവരുടെ വിവാഹം എന്ന് പറയുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹമാണ്. ഇവർക്ക് ആ മാരേജ് കഴിഞ്ഞ് 3 ഇയർ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ജനിച്ചു, പെൺകുട്ടിയാണ്. അതിനുശേഷം ഇവർ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷം ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി, ഇവർ വേർപിരിഞ്ഞു. ഭാര്യ വേറെ വിവാഹം കഴിച്ചു. അടുത്ത വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെ തന്നെയാണ് വിവാഹം കഴിച്ചത്. അവർക്കുണ്ടായ ആ കുട്ടി, പെൺകുട്ടി, അവളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ഒരുപാട് പൈസ ചെലവായി. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുടുംബ കോടതിയിൽ മോക്ക് ചെലവ് കിട്ടണം എന്നുള്ള രീതിയിലാണ്, അതായത് പാസ്റ്റ് ഫ്യൂച്ചർ മെയിൻ്റനൻസും മാരേജിന്റെ എക്സ്പെൻസസും കിട്ടണമെന്ന് പറഞ്ഞാണ് സൂട്ട് ഫയൽ ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടെയാണ് ഫയൽ ചെയ്തത്. മോളും അമ്മയും കൂടെയാണ് ഫയൽ ചെയ്തെങ്കിലും അമ്മ സൈലന്റ് ആണ്. കാരണം മോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. മോക്കുള്ള പൈസകൾ കിട്ടുക, കാരണം അച്ഛനെന്നുള്ള രീതിയിൽ മോക്ക് പൈസ കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ആ മാരേജിന്റെ എക്സ്പെൻസസിന് വേണ്ടിയിട്ടാണ് അവർ ഒരു OP കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്, കുടുംബ കോടതി. ഇവിടെ മെയിൻ ആയിട്ടും അവർ ഫയൽ ചെയ്തിരിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 പ്രകാരമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. മെയിൻ്റനൻസ് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് അവരുപയോഗിച്ച ആക്ട് എന്ന് പറയുന്നത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ആണ്. കാരണം ഇതിൽ അദ്ദേഹം ഒരു ഹിന്ദുവാണ്, കല്യാണം കഴിച്ച ഇന്റർകാസ്റ്റ് ആണെങ്കിലും അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ആക്ട് തന്നെ ഉപയോഗിച്ചത്, ഈ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഉപയോഗിച്ച് കൊടുത്തത്. ഇവിടെ ഈ പെൺകുട്ടിയെ എക്സാമിൻ ചെയ്തു, PW1 ആയിട്ട് കോടതിയിൽ കയറ്റി നിർത്തി, കൂട്ടിനകത്ത് കയറ്റി നിർത്തി എക്സാമിൻ ചെയ്തു. അവർ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തു. അവർ മെയിനായിട്ടും കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അവർ എഡ്യൂക്കേഷന്റെ റെക്കോർഡ്സുകൾ, ഗോൾഡിന്റെ റെക്കോർഡ്സുകൾ, മാരേജിന്റെ എക്സ്പെൻസുകൾ ഒക്കെ കൊണ്ടുവന്ന് ഹാജരാക്കി. അവർ ഹാജരാക്കിയ മുഴുവൻ ബില്ലിലും 3 ഒഴികെ ബാക്കിയുള്ള എല്ലാം ഗോൾഡിന്റെ ബില്ലുകളാണ്. പിന്നെ 1,53,150 രൂപ പേയ്മെന്റ് ഓഫ് ഫുഡ്, അതായത് കല്യാണത്തിന് ഫുഡ് കൊടുത്ത്, അത് ഏകദേശം 800ഓളം ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബില്ല് ഹാജരാക്കി. അത് കഴിഞ്ഞാൽ 14,000 രൂപയുടെ കല്യാണ മണ്ഡപത്തിന്റെ ബില്ല്. അത് സാധാരണ രീതിയിൽ കല്യാണ മണ്ഡപത്തിന്റെ ബില്ലെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, പക്ഷേ ഇത് വളരെ കുറവാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ 6,000 രൂപയുടെ സ്റ്റേജ് ഡെക്കറേഷൻ. നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ നടത്തുമല്ലോ ഓഡിറ്റോറിയത്തിൽ, അപ്പോൾ അതിന് 6,000 രൂപയുടേതാണ്. ഇത് ചെറിയ രീതിയിലാണ് അവർ ആ ബില്ല് ഹാജരാക്കിയിരിക്കുന്നത്. സാധാരണ ആൾക്കാർ കല്യാണം നടത്തുമ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിന് വളരെ വില കൂടുതലായിരിക്കും, ഈ ഡെക്കറേഷനും വളരെ വില കൂടുതലായിരിക്കും. അങ്ങനെ ടോട്ടൽ 1,73,150 രൂപ ബില്ലാണ് അവർ ഹാജരാക്കിയത്. പിന്നെ ബാക്കി അത്രയും ഗോൾഡിന്റെ ബില്ലുകളാണ്. ഇത്രയും ബില്ലുകളാണ് ഹാജരാക്കിയത്. എന്നിട്ട് ഇവരെ മൊഴിയെടുത്തു, ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയുടെ അച്ഛനെ എക്സാമിൻ ചെയ്തു. അദ്ദേഹവും 3 ഡോക്യുമെന്റ്സ് ഹാജരാക്കി, അത് മാർക്ക് ചെയ്തു.
അപ്പോൾ ഇവിടെ വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അത് ഫാമിലി കോടതിയുടെ മുമ്പ് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിൽക്കുമോ എന്നുള്ളതാണ്. കാരണം ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിമുമാണ്. അതിൽ കോടതി വിലയിരുത്തി എന്താണെന്ന് വെച്ചാൽ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ എന്ന് പറയുന്നത് ഹിന്ദുവാണ്, കുട്ടിയെ വളർത്തിയത് ഹിന്ദു മതപരമായ നിയമപ്രകാരമാണ് എന്നുള്ള കാര്യം വിലയിരുത്തിക്കൊണ്ട് കോടതി ആ ആക്ട് നിലനിൽക്കും. അതുകൊണ്ട് അയാൾ പറഞ്ഞ ആ ഒരു കണ്ടൻഷൻ തെറ്റാണെന്നും വിലയിരുത്തിക്കൊണ്ട് കോടതി ഒരു ഡിക്രി പാസ്സാക്കി. ആ ഡിക്രി പാസ്സാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ 1,80,000 രൂപ പാസ്റ്റ് മെയിൻ്റനൻസിന്, 14,66,860 രൂപ മാരേജ് എക്സ്പെൻസസിന്, 96,000 രൂപ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസിന്, ഇത്രയും കൂടെ വെച്ചിട്ട് അതിന്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് കൊടുക്കാനായിട്ട് ഓർഡറായി. ഒരു വലിയൊരു എമൗണ്ട് തന്നെ അവർക്ക് കിട്ടി. ടോട്ടല് 16,70,860 രൂപ. അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് അച്ഛൻ മോക്ക് കൊടുക്കാനായിട്ട് ഓർഡറായി. ഈ പാസ്റ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് മെയിൻ്റനൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിൽ ഇത്രയും കാലം ജീവിച്ചതിന്റെ മെയിൻ്റനൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ മെയിൻ്റനൻസ് ഇട്ടത്. പിന്നെ മാരേജ് എക്സ്പെൻസസ്, അപ്പോൾ അവർ ബില്ലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡിന്റെയും ആ ഒരു ഓഡിറ്റോറിയത്തിന്റെയും ഡെക്കറേഷൻ്റെയും ഒക്കെ എക്സ്പെൻസസ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് ഈ ഇത്രയും പൈസ അടിച്ചത്. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷൻ, അവർ പഠിച്ചതിന്റെ ചെലവുകളെല്ലാം കൂടെ കൊടുക്കാനായിട്ടും കോടതി ഓർഡറായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ അച്ഛനിൽ നിന്നും മോക്ക് മെയിൻ്റനൻസ് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതായത് അവർ ജീവിച്ചതിന്റെ പൈസ, അതുവരെ ജീവിച്ച, അതായത് വിവാഹം വരെയുള്ള പൈസ, അവരുടെ എഡ്യൂക്കേഷന്റെ പൈസകൾ, മാരേജിന്റെ പൈസകൾ എല്ലാം വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ മോക്ക് മെയിൻ്റനൻസ് കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് ഈ ഡിസിഷനിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെ ഇത്രയും പൈസ അടിച്ചതിൽ അഗ്രീവ്ഡ് ആയിട്ടാണ് ഈ പറയുന്ന ഹസ്ബൻഡ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ വന്ന ആർഗ്യുമെന്റ്സുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈക്കോടതിയിൽ വന്ന മെയിൻ ആയിട്ടുള്ള കണ്ടൻഷൻ എന്തെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഹിന്ദുവാണ്, സെക്കൻഡ് റെസ്പോണ്ടന്റ് അതായത് ഭാര്യ എന്ന് പറയുന്നത് മുസ്ലിമാണ്. കുട്ടി അത് ലെജിറ്റിമേറ്റ് ആണെങ്കിലും ഇല്ലെജിറ്റിമേറ്റ് ആണെങ്കിലും, അതായത് നിയമപരമായിട്ടുണ്ടായതാണെങ്കിലും അല്ലെങ്കിലും അവരുടെ ഒരു പാരന്റ് ഹിന്ദു ആണെങ്കിൽ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിൽക്കും. അപ്പോൾ ഇതിലെ ആദ്യത്തെ കണ്ടൻഷനാണ്. അതിൽ ഹസ്ബൻഡ് പറഞ്ഞിരുന്നല്ലോ ഈ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിൽക്കില്ല, കുട്ടി ഹിന്ദു അല്ല എന്ന് പറഞ്ഞത് ആണ് ഹൈക്കോടതി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് കുടുംബകോടതി പറഞ്ഞത് എന്താണ്? അത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിൽക്കും. കാരണം കുട്ടിയെ ഹിന്ദുവാക്കിയാണ് വളർത്തിയത്. അതുകൊണ്ട് പാരൻസ് ഒരാൾ മുസ്ലിം ആണെങ്കിൽ പോലും അത് ഈ ആക്ടിന്റെ പരിധിയിൽ വരും, ഒരു പാരന്റ് ഹിന്ദു ആയതുകൊണ്ട് എന്നാണ് ഫാമിലി കോടതി വിലയിരുത്തിയത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഫയൽ ചെയ്യാം എപ്പോഴെന്ന് വെച്ചാൽ, ഇഫ് സച്ച് ചൈൽഡ് ഈസ് ബ്രോട്ട് ആസ് എ ഹിന്ദു, കുട്ടിയെ, അതായത് അമ്മ മുസ്ലിമും അച്ഛൻ ഹിന്ദു ആണെങ്കിലും കുട്ടിയെ ഹിന്ദുവാക്കി വളർത്തി കഴിഞ്ഞാൽ അത് ഈ ആക്ടിന്റെ പരിധിയിൽ നിൽക്കും. ഇപ്പം ഇവിടെ നോക്കിയതെന്ന് വെച്ചാൽ ഈ കുട്ടി ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണോ, കുട്ടിയെ ഹിന്ദുവാക്കിയാണോ വളർത്തിയത് എന്നുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സിൽ കോൺട്രറി എവിഡൻസ് ആണ് വന്നത്. എന്ന് വെച്ചാൽ റെക്കോർഡിലുള്ളത് കോൺട്രറി ആണ്. കാരണം ഈ കുട്ടിക്ക് 3 വയസ്സുള്ളപ്പം അച്ഛൻ അമ്മയെ വിട്ടുപിരിഞ്ഞു. അതിനുശേഷം അമ്മ വേറൊരു വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ചത് മുസ്ലിമിനെയാണ്. ഈ അമ്മ വിവാഹം കഴിച്ചപ്പം ഈ കുട്ടിയുടെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെയായിരുന്നു. അപ്പൊ അമ്മയുടെ ഗ്രാൻഡ് പാരൻസ് ആണ് ഈ കുട്ടിയെ വളർത്തിയത്, അവർ മുസ്ലിംസ് ആണ്. അപ്പൊ കോടതി ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ കുട്ടിയെ വളർത്തിയത് മുസ്ലിമാണ്. അതുകൊണ്ട് ഈ ആക്ട് നിൽക്കില്ല, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിൽക്കില്ല, ആപ്ലിക്കബിൾ അല്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. അടുത്തത് മുസ്ലിം പേഴ്സണൽ ലാ നിൽക്കുമെന്ന് നോക്കി. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയും 2 റിലിജിയനാണ്. അമ്മ മുസ്ലിമും അച്ഛൻ ഹിന്ദുവാണ്. പേഴ്സണൽ ലാ നിൽക്കണമെങ്കിൽ, മുസ്ലിം പേഴ്സണൽ ലാ നിൽക്കണമെങ്കിൽ 2 പേരും മുസൽമാനായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് നിൽക്കത്തില്ല. ഇനി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെങ്കിലോ അതിലങ്ങനെ ഒരു പ്രൊവിഷനെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ കോടതിയുടെ മുമ്പ് ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ വന്നെന്ന് വെച്ചാൽ, ഇന്റർ കാസ്റ്റ് മാരേജിൽ അച്ഛൻ മകളെ നിയമപരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമോ? 18 വയസ്സ് കഴിഞ്ഞ ശേഷം, അതായത് വിവാഹം വരെ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ചെലവുകൾ ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ അത് എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ഡിസ്പ്യൂട്ടായിട്ട് കോടതിയുടെ മുമ്പ് വന്നു. കോടതി അത് പരിഗണിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ഇന്റർനാഷണൽ കവനൻസ് ആണ് യുണൈറ്റഡ് നേഷൻസിന്റെ. ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഇന്റർനാഷണൽ കവനന്റിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് എല്ലാ മെമ്പർ സ്റ്റേറ്റിനും ആപ്ലിക്കബിൾ ആണ്. അത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. അവിടെ പറഞ്ഞിട്ടുള്ള സിവിൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് ഓഫ് എവരി ചൈൽഡ് റിഗാർഡ്ലെസ് ഓഫ് their race, religion, abilities. കുട്ടികൾക്ക് ഉള്ള ഫ്രീഡം, അവർക്കുള്ള കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ ആർട്ടിക്കിൾ 18 പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് സെയ്സ് എവരി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു സർവൈവൽ, പ്രൊട്ടക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇതിനെക്കുറിച്ച് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർട്ടിക്കിൾ 18 പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാരന്റ്സ് ടു മെയിൻറ്റെയിൻ ദെയർ ചിൽഡ്രൻ. കുട്ടിയെ സംരക്ഷിക്കേണ്ടത് ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ പാരന്റ് ആണ്. അവരുടെ പാരൻസിന്റെ പ്രൈമറി ഡ്യൂട്ടിയാണത്, അത് അവർ ചെയ്തിരിക്കണം. അതുപോലെ വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹെൽഡ് ദാറ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് നോംസ് വെയർ ടു ബി read into fundamental rights
ഇൻ ദ ആബ്സെൻസ് ഓഫ് എനാക്റ്റഡ് ഡൊമസ്റ്റിക് ലോ ഇൻ ദ ഫീൽഡ്. ഡൊമസ്റ്റിക് ലോയിൽ എന്തെങ്കിലും ആബ്സെൻസ് ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ആബ്സെൻസ് ഉണ്ടെങ്കിൽ, അപ്പം നമ്മുടെ ഇവിടെ എന്താണ്, അവിടെ നിയമപരമായിട്ടുള്ള ഒരു നിയമം ഇല്ല, അവരെ സംരക്ഷിക്കേണ്ട നിയമം ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇന്റർനാഷണൽ കൺവെൻഷൻസ് അങ്ങനെ ഇല്ലെങ്കിൽ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആൻഡ് നോംസ് വേർ ടു ബി റെഡ് ഇൻ ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസിഷൻ വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ്റെ അകത്ത് ഈ പറയുന്ന കുട്ടികളുടെ റൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ട് എന്നാണ് കോടതി വിലയിരുത്തിയത്. അടുത്തതെന്ന് വെച്ചാൽ മാത്യു വർഗീസ് വേഴ്സസ് റോസമ്മ വർഗീസ് എന്ന് പറയുന്ന കേസിനകത്ത് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് എ കോൺട്രാക്ട്, പ്രിൻസിപ്പിൾ ഓഫ് പേഴ്സണൽ ലോ ഓർ സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ ദ പാരന്റ് ഫാദർ ഹാസ് ദ ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ഹിസ് ചൈൽഡ്. അപ്പൊ ഇങ്ങനെ ഒരു ആബ്സെൻസ് ഉണ്ടെങ്കിൽ ഒരു ലോയിൽ അങ്ങനെ കൃത്യമായിട്ടും പറഞ്ഞിട്ടില്ല എങ്കിൽ പാരന്റ്സിന്റെ ഫാദറിന്റെ മെയിൻ ഡ്യൂട്ടിയാണ് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് എന്ന് കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വാസ് കൺസിഡേർഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ ഫാദർ ടു മെയിൻറ്റെയിൻ ഹിസ് മൈനർ ചൈൽഡ്. അതായത് ക്രിസ്ത്യൻ ഫാദറിന്റെ ഡ്യൂട്ടിയെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എവരി ഫാദർ വാട്ട് എവർ ബി ഹിസ് റിലീജിയസ് ഡിനോമിനേഷൻ ആൻഡ് ഫെയ്ത്ത് ഹാസ് ദ ഇൻഡിസ്പ്യൂട്ടബിൾ ലൈബിലിറ്റി ടു മെയിൻറ്റെയിൻ ഹിസ് ചൈൽഡ്. അത് ഏത് റിലിജിയൻ ആണെങ്കിലും അവരെ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യത, അച്ഛൻ്റെ ബാധ്യതയാണ്. അടുത്തത് ഇസ്മായിൽ വേഴ്സസ് ഫാത്തിമ ആൻഡ് അനദർ. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഓൾ ഫാദേഴ്സ് ബി ദേ ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻ ആൻഡ് അതേഴ്സ് ഹാവ് ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ദെയർ ചിൽഡ്രൻ. എല്ലാ അച്ഛന്മാരും അവർ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മറ്റേതെങ്കിലും റിലിജിയൻ ആണെങ്കിലും ഹാവ് ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ദെയർ ചൈൽഡ്. കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, അവരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട്. എന്താണ് കോൺട്രാക്ട് ഒന്നും ഇല്ലെങ്കിൽ, ആബ്സെൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലീഗൽ പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണൽ ലാ സ്റ്റിപ്പുലേഷൻ ഇല്ലെങ്കിൽ, ഓർ സ്റ്റാറ്റ്യൂട്ടറി prescriptions flows from the fountain stream of the all-encompassing fundamental rights to life guaranteed under Article 21 of the Constitution of India. അപ്പോൾ എന്തെങ്കിലും ആബ്സെൻസ് ഉണ്ടെങ്കിൽ അവരെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഫാദറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കോടതി ഇങ്ങനെ വിലയിരുത്തി കൊണ്ടുവരികയാണ്. അതായത് അച്ഛൻ മക്കളെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആക്ടിനകത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഈ കോടതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിലയിരുത്തി കൊണ്ടുവരികയാണ്. അടുത്തത് കോടതി വിലയിരുത്തി എന്തെന്ന് വെച്ചാൽ every child irrespective of his race, caste or religion has a remedy by way of a suit or petition under section 9 and order 32A of Civil Procedure Code and section 71E of Family Court Act 1984 to claim maintenance. ഏതൊരു കുട്ടിക്കും അത് അവരുടെ കാസ്റ്റോ റേസോ റിലിജിയനോ നോക്കാതെ സെക്ഷൻ 9 ഓർഡർ 32A CPC പ്രകാരവും അതുപോലെ സെക്ഷൻ 71E ഫാമിലി കോർട്ട് ആക്ട് പ്രകാരവും കോടതിയിൽ ഫയൽ ചെയ്ത് മെയിൻ്റനൻസ് വാങ്ങിക്കാം. അതുപോലെ തന്നെ ക്രിമിനൽ ലൈബിലിറ്റി ഉണ്ട് ആക്ക് അച്ഛന് 125 ഓഫ് CRPC. അതും ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫെയ്ത്ത് ഓർ റിലിജിയൻ പ്രൊഫസ്ഡ് ബൈ ഹിം ടു മെയിൻറ്റെയിൻ ഹിസ് ചൈൽഡ്. അവിടെയും ജാതി ഇല്ലാതെയാണ് അവിടെ ക്രിമിനൽ ലൈബിലിറ്റി ഉണ്ടാകും. കാരണം കുട്ടിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് കോടതി ഓർഡർ ചെയ്ത് അത് പൈസ കൊടുത്തില്ലെങ്കിൽ അച്ഛന് ക്രിമിനൽ ലൈബിലിറ്റി ഉണ്ട്, അവരെ പിടിച്ച് ജയിലിടാം. അടുത്തത് സെക്ഷൻ 20 ഓഫ് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 imposes a statutory obligation of the parents to maintain their legitimate or illegitimate children. അവിടെ കുട്ടി എന്ന് പറയുന്നത് നിയമപരമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിലോ അവരുടെ പാരന്റ്സ് കുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതും ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിനകത്ത് പറയുന്നുണ്ട്. ഇനി മുസ്ലിം നിയമത്തിലാണെങ്കിലോ അതും വ്യത്യസ്തമല്ല, അവിടെയും കാര്യങ്ങൾ. എ മുസ്ലിം ഫാദർ ഈസ് ബൗണ്ട് ടു മെയിൻറ്റെയിൻ ഹിസ് ചൈൽഡ് അൺടിൽ ദേ ഹാവ് അറ്റൈൻ ദെയർ ഏജ് ഓഫ് പ്യൂബർട്ടി ആൻഡ് ഹിസ് ഡോട്ടേഴ്സ് അൺടിൽ ദേ ആർ മാരീഡ്. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്യൂബർട്ടി വരെ, അത് ഇവിടെ ഇപ്പം നമുക്ക് 18 വയസ്സ് വരെയും, പെൺകുട്ടിയാണെങ്കിൽ അവരെ മാരേജ് വരെയും കൊടുക്കണമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി മാത്യു വർഗീസ് കേസിൽ പറഞ്ഞ എന്താണ്, ക്രിസ്ത്യൻ ഫാദർ ഈസ് അണ്ടർ ആൻ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ഹിസ് മൈനർ ചൈൽഡ്. മൈനർ കുട്ടിക്ക് ക്രിസ്ത്യൻ ഫാദർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എല്ലാ പേഴ്സണലായും പറയുന്നത് ഓൾ പേഴ്സണൽ ലോ ഒബ്ലിജ് ഓൾ ഫാദേഴ്സ് ടു മെയിൻറ്റെയിൻ ദെയർ അൺമാരീഡ് ഡോട്ടേഴ്സ്. അൺമാരീഡ് ഡോട്ടേഴ്സിന് അത് എല്ലാ റിലീജിയനും, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അൺമാരീഡ് ഡോട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഇനി അടുത്തത് ഇന്റർഫെയ്ത്ത് മാരേജ്. അത് ഇന്റർകാസ്റ്റ് മാരേജിലാണെങ്കിൽ നമുക്ക് 2 ഡിസിഷൻ ഉണ്ട്. ചന്മൂണിയ വേഴ്സസ് വീരേന്ദ്ര കുമാർ സിംഗ് കുഷ്വാഹ ആൻഡ് അനദർ. പിന്നെ ദോരിക പ്രസാദ് സത്പതി വേഴ്സസ് ബിഡ്യൂട്ട് പ്രാവ ദീക്സിത് ആൻഡ് അനദർ. ഈ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ വി സി നോ റീസൺ ടു ഡിനേ ദ ചിൽഡ്രൻ ബോൺ ടു ആൻ ഇന്റർഫെയ്ത്ത് കപ്പിൾ ലീഗൽ റൈറ്റ് ടു ക്ലെയിം മെയിൻ്റനൻസ് ഫ്രം ദെയർ ഫാദർ ഓഫ് ദ റീസൺ ദാറ്റ് ദർ ഈസ് നോ സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ മാൻഡേറ്റിംഗ് സച്ച് എ ഫാദർ ടു മെയിൻറ്റെയിൻ ഹിസ് ചിൽഡ്രൻ. അപ്പൊ ഈ ഇന്റർകാസ്റ്റിൽ അകത്ത് അവരുടെ ചിൽഡ്രനെ നോക്കണമെന്നുള്ള കാര്യം, ഇന്റർഫെയ്ത്ത് കപ്പിൾസ് മെയിൻ്റനൻസ് കൊടുക്കണം എന്നുള്ള കാര്യം അവരെ ആക്ടിനകത്ത് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും അവർ കൊടുത്തേ പറ്റത്തുള്ളൂ. ദ കാസ്റ്റ്, ഫെയ്ത്ത് ഓർ റിലിജിയൻ cannot have any rational basis for determining the parental duty of a father. All the children have to be treated like irrespective of the
faith or religion professed by the parents, we hence hold that the children of an interfaith couple are entitled to be maintained by their father. No doubt, son's entitlement is until he attains the age of majority, and that of daughters is until she gets married. ഇവിടെയും ഇന്റർഫെയ്ത്ത് മാരേജിലും ഫാദർ കൊടുത്തേ പറ്റത്തുള്ളൂ മെയിൻ്റനൻസ്. അതുപോലെ ഏതുവരെയാണ്? ആണാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി വരെ, 18 വയസ്സ് വരെയും, പെൺകുട്ടിയാണെങ്കിൽ മാരേജ് വരെയും. ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജിലും ബാക്കി എല്ലാ റിലിജിയൻസിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ സെയിം മാറ്റർ തന്നെയാണ്. അപ്പോൾ അതിലൊരു മാറ്റവും ഇല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ചാൽ അൺമാരീഡ് ഡോട്ടറിൻ്റെ കുറിച്ചാണ്. അതുപോലെ അവരുടെ മാരേജ് എക്സ്പെൻസസിനെയും കുറിച്ചാണ്. അവർ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാവുന്ന മാരേജ് എക്സ്പെൻസസ് എങ്ങനെ വീട്ടണമെന്നാണ്. നമ്മുടെ സൊസൈറ്റിയിലെന്ന് പറഞ്ഞാൽ മാരേജ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സെറിമണി അല്ല, ഒരു ലാവിഷാണ്. നാട്ടുകാരുടെ മുമ്പ് ആ ഒരു ദിവസത്തേക്ക് പവർ കാണിക്കുക, നമ്മുടെ പൈസ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ കാലത്തൊക്കെ മാരേജ് നടത്തുന്നത്. സ്വർണ്ണങ്ങൾ ആവശ്യക്കണക്കിന് വരിയിടുക, ആഡംബരപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതാണ്. ചെറിയ ചെറിയ മാരേജുകൾ, വളരെ സിമ്പിളായിട്ട് നടത്തിപ്പോയ മാരേജുകൾ. പക്ഷേ അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് നടക്കുന്ന അത്യാഡംബരമായിട്ടുള്ള മാരേജുകൾ. ഇവിടെ കോടതി വിലയിരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് മാരേജിന്റെ പൈസ ചോദിക്കാം, പക്ഷെ ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല. എങ്ങനെ? ഡോട്ടർ കനോട്ട് ആസ്ക് ഓർ കമ്പൽ ഹർ ഫാദർ ടു കണ്ടക്ട് മാരേജ് ഇൻ എ ലാവിഷ് ഓർ ലക്ഷൂറിയസ് മാനർ. ഭയങ്കരമായിട്ടുള്ള ലാവിഷ് ആയിട്ട് ഒരു കല്യാണം നടത്താനായിട്ട് ഫാദറിന് കമ്പൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് സാധാരണ രീതിയിലുള്ള പൈസയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ ഒരു നോർമൽ ഒരു സാധാരണ ഒരു കല്യാണം നടത്തുന്നതിന് എത്ര രൂപയാണ് ചിലവ്, അത് അത്രയും ഒരു ഫാദറിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ഓഡിറ്റോറിയത്തിന് 2.5 ലക്ഷം, ഫുഡിന് 1 ലക്ഷം, അതുപോലെ 1.5 ലക്ഷം, സ്വർണ്ണത്തിന് 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫാദറിന് അത് കൊടുക്കാൻ പറ്റത്തില്ല. അയാളൊരു സാധാരണക്കാരനായിരിക്കും. അയാൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഈ കല്യാണം കഴിയുന്നതോടുകൂടി. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല എന്നാണ് കോടതി ഇവിടെ വിലയിരുത്തിയത്. അടുത്തതെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ടുവേർഡ്സ് മെഡിക്കൽ എക്സ്പെൻസസും പിന്നെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസും ആണ്. അവിടെ കോടതി ഒരിക്കലും ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ മെഡിക്കൽ എക്സ്പെൻസസിൻ്റെ കാര്യത്തിനോ കടുംവാശി പിടിക്കത്തില്ല. പക്ഷേ മാരേജ് എക്സ്പെൻസസിൻ്റെ കാര്യത്തിൽ കോടതി കടുംവാശി പിടിക്കുക തന്നെ ചെയ്തു. ഇവിടെ നമുക്ക് കോടതി ഗ്രാൻഡ് ചെയ്തിരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 14,66,860 രൂപയാണ് ഈ ഫാമിലി കോടതി ഗ്രാൻഡ് ചെയ്തത്. വലിയൊരു എമൗണ്ട്. ഇത്രയും പൈസ എങ്ങനെ അടയ്ക്കും? ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞിരുന്നു വെച്ചാൽ പെൺകുട്ടി മുസ്ലിമായിട്ടാണ് വളർത്തിയത്. ആ പെൺകുട്ടിയുടെ കല്യാണം, ഒരു കുട്ടിയുടെ കല്യാണം ഒരു മുസ്ലിം പയ്യനുമായിട്ടാണ് കല്യാണം കഴിച്ചത്. മുസ്ലിം റൈറ്റ്സും സെറമണീസും ആണ് അവിടെ പെർഫോം ചെയ്തത്. അപ്പം മുസ്ലിംസിൻ്റെ നിക്കാഹിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. പ്രവാചകന്റെ വാക്കുകളും നോക്കേണ്ടി വരും. പ്രവാചകൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: സിമ്പിൾ മാരേജസ് ഈസ് ദ ബെസ്റ്റ് മാരേജസ്. സിമ്പിളായിട്ട് നടത്തുന്ന മാരേജാണ് ബെസ്റ്റ് മാരേജ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇവിടെ മുസ്ലിമിന് ഡൗറിയും സ്ത്രീധനവും ഇല്ല. അവർക്ക് പൈസ കൊടുക്കുന്ന ആണാണ്, മെഹറാണ്. പെണ്ണിനാണ് പൈസ കൊടുക്കുന്നത്. പെണ്ണിന് പൈസ കൊടുത്താണ് ആണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുസ്ലിമിനെ ഇല്ല. കോടതി എന്തൊക്കെ പറഞ്ഞാലും ഈ മാരേജ് എക്സ്പെൻസസ് കൊടുക്കാൻ തന്നെയാണ് ഫാദറിനെ ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ ഈ എക്സ്ട്രാ ലാവിഷ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു എക്സ്പെൻസ് കോടതി കൊടുക്കാൻ തയ്യാറായില്ല. ഇവിടെ 14,66,860 രൂപ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കോടതി അംഗീകരിച്ചില്ല. ബാക്കിയൊക്കെ അംഗീകരിച്ചു. ബാക്കി എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ്, മെഡിക്കൽ എക്സ്പെൻസസ്, മെയിൻ്റനൻസ് എല്ലാം അംഗീകരിച്ചു. ബാക്കി പൈസ എല്ലാം അതുപോലെ കിട്ടും. പക്ഷേ മാരേജിന് കൊടുത്ത ആ പൈസയിൽ ഇളവ് വരുത്തി 3 ലക്ഷം രൂപയായിട്ട് ചുരുക്കി. ആ പൈസ കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഫാദർ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ എടുക്കാനായിട്ട് പറ്റില്ല. പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാലും അവൾ വിവാഹം വരെയുള്ള എക്സ്പെൻസ് കൊടുത്തേ പറ്റൂ. പിന്നെ അവളുടെ മാരേജ് എന്ന് പറയുന്നത് നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് എത്ര ആയിട്ടുണ്ടോ അതിൻ്റെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഫാദർ കൊടുത്തേ പറ്റുള്ളൂ. ഫാമിലി കോടതി പറഞ്ഞ ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടതെന്നും കോടതി തീരുമാനിച്ചിട്ട് ഈ ഒരു എമൗണ്ട് അടിച്ചു. ബാക്കി മെഡിക്കൽ എക്സ്പെൻസസ്, എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് ഒക്കെ കൊടുത്തേ പറ്റുള്ളൂ കോടതി വിലയിരുത്തി. അപ്പോൾ ഇതാണ് ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡിസിഷൻ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാലും ഉള്ള മാരേജ് വരെയുള്ള ചിലവ് അച്ഛൻ കൊടുത്തേ പറ്റത്തുള്ളൂ. മാരേജിന്റെ ചിലവും കൊടുത്തേ പറ്റത്തുള്ളൂ. എഡ്യൂക്കേഷന്റെ ചിലവും എല്ലാം കൊടുത്തേ പറ്റും. പെൺകുട്ടിയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഫാദർ ചിലവാക്കേണ്ടതായിട്ട് വരും. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈബിലിറ്റി 18 വയസ്സ് ഒതുക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ശരി തന്നെ ഇപ്പോൾ വിവാഹം കഴിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പലർക്കും ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് പെൺകുട്ടിക്ക് കൊടുക്കണ്ട എന്ന് ആരൊക്കെയോ പറഞ്ഞു എന്ന്, അതുകൊണ്ട് പെൺകുട്ടിയുടെ പേര് വയ്ക്കാതെയാണ് കേസ് ഫയൽ ചെയ്തതെന്നും എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ തെറ്റാണ്. ഇങ്ങനെയൊന്നുമല്ല. പെൺകുട്ടിക്ക് മാരേജ് വരെയും ഫയൽ ചെയ്യാം. ഇനി മാരേജ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ കേസിനകത്ത് മാരേജ് കഴിഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കേസ് കൊടുത്തിട്ട് ആ മാരേജ് എക്സ്പെൻസസ് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഡിസിഷൻ എന്ന് മനസ്സിലായത്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് നോക്കണം. ഒരുപാട് പ്ലേലിസ്റ്റ് കയറി ഫാമിലിയുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയുടെ വരും. ബാക്കി ക്രിമിനലും എല്ലാം ഉണ്ട്. കൂടുതലും ഫാമിലിയാണ് വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഫാമിലി ആയതുകൊണ്ടാണ് ഫാമിലി ഇടുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ട് മനസ്സിലാക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ അതുപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആർക്കെങ്കിലും നിങ്ങൾക്ക് അഫക്റ്റഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഫാമിലി കേസുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ കുടുംബ കോടതിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ചാനൽ റെഫർ ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.